ഭയങ്കര ആടാളോ ഇപ്പൊ തന്നെ വളർച്ച ഉണ്ടോ ഇതുവരെ പ്രസവിച്ചിട്ട് തന്നെ അല്ലേ സുന്ദരികളാ മേലെ ആരോഗ്യമല്ല രണ്ട് നല്ല എല്ലാം ഇഷ്ടപ്പെടും തീറ്റയും കൂടി അതുകൊണ്ട് വയറിങ്ങനെ എപ്പോഴും നിറഞ്ഞിട്ടാ നിൽക്കാം മലക്കാമ്പൊക്കെ കറക്റ്റാ ഒപ്പാണ് അല്ലേ ചിലത് ഏറ്റവും കുറച്ചുണ്ടാവേ ചിലത് ഇരട്ടമല ഉണ്ടാവും ഈ ആടും അതിന്റെ കുട്ടി ഓവർ ഒരു മര്യാദ പാലുള്ളൂ ഒരു കുട്ടിയുള്ളൂ അതാ ഈ കുട്ടി വീട്ടിലെ കുട്ടി ഈ ഒരു കുട്ടി അല്ലേ ഇത് വിരിട്ടല്ല ഇത് കടിഞ്ഞാണ് അല്ലേ അപ്പൊ ഇന്ന് നമ്മളൊരു ആടിനെ നോക്കാൻ വേണ്ടിട്ട് വന്നാട്ടോ നല്ലൊരു ആടിനെ നമ്മളെ ഫാമിലേക്ക് എടുക്കാൻ വേണ്ടിട്ട് വന്നാണ് അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കർഷകനാണ് മൂപ്പരടുത്ത് നല്ല ആടുകളെ ഉണ്ടാവും നമ്മളെ അദ്ദുപ്പാന്ന വിളിക്കല് മഞ്ചേരി ഗ്രൂപ്പിലാണ് നമ്മൾ കണ്ടത് അല്ലേ മഞ്ചേരി എല്ലാ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് അപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടിട്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ് ഇവിടെ ഒരുപാട് ആടുകളുണ്ട്. എൻ്റെ പേര് അബ്ദുൽ അസീസ്. ഞാൻ നാട്ടിലെല്ലാവരും വിളിക്കല അദ്ദുപ്പാണ്. ഞാൻ സൗദിയിലായിരുന്നു 20 വർഷമായിട്ട്. ഇപ്പോൾ നാട്ടിൽ വന്നുകൊണ്ട് ആടിനെ വളർത്തലും കച്ചവടം എന്നൊക്കെ പരിപാടിയായിട്ട് ഇവിടെ കൂടിയിരിക്കുകയാണ്. ഏത് തരത്തിലുള്ള ആടുകൾ ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിലും ചെനുള്ളതോ പാലുള്ളതോ എമ്പുരളിച്ചില്ല അങ്ങനെ കറക്കാനോ കൊറ്റന്മാരോ വേറെ അറുപാടോ അരച്ച ആവശ്യത്തിന് എന്ത് വേണമെങ്കിലും ഇവിടെ വന്നാണ്ട് തന്നെ ഏൽപ്പിച്ചാൽ ആടുകൾ ഇവിടെ ഏത് മോഡലും ആടുകൾ ഇവിടെ ഉണ്ടാവും. നമുക്ക് പുതിയതൊന്നുമില്ല, നമ്മൾ പാരമ്പര്യമായിട്ട് തന്നെ പാപ്പയായിട്ട് തന്നെ 50-60 വർഷമായിട്ട് ആടിൻ്റെ പാരമ്പര്യമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഏത് സൈസ് ആട് വേണമെങ്കിലും ഇവിടെ വന്നാൽ നമുക്ക് ഏകദേശം തിരഞ്ഞെടുക്കാം. പിന്നെ ഇതിപ്പോൾ ഇപ്പോൾ പുതിയ മോഡൽ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ആടുകുട്ടിയാണ്. HB ക്രോസ് ആണ്, ഹൈദരാബാദ് വീറ്റിൻ്റെ ക്രോസ്. ഒറിജിനൽ അല്ല, പ്യുവറല്ല. പ്യുവറാണെങ്കിൽ കുറേ ക്വാളിറ്റികളാണ്. ഇതൊരു ക്രോസ് ആണ്. ക്രോസ് ആകുമ്പോൾ പ്രതിരോധശേഷി നല്ല ഉണ്ടാവും. ഇത് ആടാണെങ്കിൽ അങ്ങനെ എണീപ്പിക്കും. ഇതാണ് ഈ മലബാരി. ഇതുവരെ പ്രസവിച്ചിട്ടില്ല, കടിഞ്ഞൂല ആടാണ്. നല്ല ഭംഗിയുള്ള ആടാണ്. ഇവർക്കും തന്നെ പ്രതിരോധശേഷി നല്ല കൂടുതലാണ്. ഏത് കാട്ടുക്കും മലയ്ക്കും പോയി തിന്നു വന്നാലും മറ്റുള്ള ആടുകളെ പോലെ ജലദോഷമോ പനി അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. കടിഞ്ഞൂലാണ്. ഇപ്പൊ 4.5 മാസം ജനായി അവിടെ ഇറങ്ങി തുടങ്ങി. ഈ ആടാണെങ്കിൽ ഇത് ബീറ്റൽ ക്രോസ് ആട്. ഒറിജിനൽ ബീറ്റൽ അല്ല, ബീറ്റൽ ക്രോസ് ആണ്. നല്ല ഇടനീട്ടവും കാലകരമൊക്കെ ഉണ്ടാവും. വലിയ ആടാവും. ചെവിലങ്തും ഇതൊക്കെ ഉണ്ട്. അത് സാധാ നാടനാടാണ്. അത് നമ്മുടെ നാടനാട്. നാടനാട് അത്യാവശ്യം വലിപ്പമുള്ള ആട് തന്നെയാണ്. ഇത് പിന്നെ ഒറിജിനൽ മലബാരി, പ്യൂർ മലബാരി. അതാട് നല്ല പൊക്കം ഹൈറ്റും ഇതൊക്കെ വരും. നല്ല ലെങ്ത് ഉണ്ട്. ചെവി ഇതൊക്കെ കണ്ടോ. ഇതിപ്പോ 3 പ്രസവം കഴിഞ്ഞു. ഇപ്പൊ ചെനയാണ്. അപ്പൊ ചെനയാണ്. ഇതിനൊക്കെ ആൾക്കാര് പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ഒരു 17-20 വരെയൊക്കെ കൊണ്ടുപോകും. ഈ ആടാണ് ഈ ബീറ്റൽ ക്രോസ് ആട്. അതിപ്പോ പ്രസവിച്ചിട്ട് 20 ദിവസമായി. 1.5 ലിറ്റർ പാല് കിട്ടും ഒരു ദിവസം. വീട്ടിന്റെ ഭാഗം അങ്ങനെ നല്ല തീറ്റയും കൂടി ഇല്ല. അതെ, പാലിന്റെ ആവശ്യത്തിന് കൊണ്ടുപോകുന്നവർക്കാണെങ്കിൽ കുറെ ദീർഘിച്ച് കറക്കാം. ഇളം കറവായതുകൊണ്ട്. മൂന്നാമത്തെ പ്രസവം. ഇല്ലല്ല, ഇതിന് വിടുന്നോലും ഉണ്ട്. നമുക്ക് മുന്നിൽ NH റോഡ് ആയതുകൊണ്ട് വിടാൻ സാധ്യതയില്ല. അപ്പൊ നമ്മള് പ്ലാവിന്റെ വെട്ടി കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടി തൂക്കും. അങ്ങനെ ഉണങ്ങിയാൽ പിന്നെ കേടി വരില്ല. അതൊക്കെ സാധാ മലബാരി ആടാളെ. ഇത് മലബാരി മിക്സ് ആണ്. അതിന് ഒരു കുട്ടിയുണ്ട്. അതാ ആ ബീറ്റിൽ. ബീറ്റിൽ മുട്ടൻ ക്രോസ് ചെയ്താണ്ടുണ്ടായ കുട്ടിയാണ്. അത് വേറൊരു ആടിന്റെ ബീറ്റിലാണ്ട കുട്ടിയാണ്. അപ്പം കുട്ടി. ഇത് പിന്നെ ഒരു നാടനാട്. ഈ ആട്, ഈ കറുത്ത് തനി നാട്ടിലാട്. ഇതൊക്കെ ഒരു 10 രൂപ റേഞ്ചില് കിട്ടും. ഇല്ല, കുട്ടിയില്ലാതെ പറഞ്ഞ കുട്ടിയുണ്ട്. എന്റെ കുട്ടി അതിലുണ്ട്. സ്വന്തം കുട്ടി ഉണ്ടല്ലോ, ആ കിടക്കണേ സ്വന്തം. ആ കുട്ടി അതിന്റെ കുട്ടിയാണ്. അല്ലല്ല, ആടൊറ്റക്ക്. കുട്ടി ആടുമ്പാടാകുമ്പോ 13 രൂപ. പാലുണ്ട്. നാഴി പാലൊരു ദിവസം കറക്കാം. നാഴി വലിയ ഡയമണ്ട് ക്ലാസ്സിന് ഒരു ക്ലാസ്. സാധാ ക്ലാസ്സിന് 2 ക്ലാസ്. ചെറിയ ക്ലാസ്സിന് നാഴി ക്ലാസ്സിന് നമ്മളോടൊക്കെ പറയില്ല. അങ്ങനത്തെ 3 ക്ലാസ് കൂടെ 1 ലിറ്റർ പാലായി. വലിയ ഇത് അതുപോലെ തന്നെ ആളുകൾക്ക് കണ്ട ഇഷ്ടപ്പെടാതിരിക്കൂല. അങ്ങനത്തെ 2 ബീറ്റൽ ക്രോസ് ആടാളെ. റെഡ് ബീറ്റിലും ഉണ്ട്, ബ്ലാക്ക് ബീറ്റിലും ഉണ്ട്. അങ്ങനെയാണ് ഇങ്ങനെ 2 കളറായി വന്നിട്ടുണ്ട്.
അതിപ്പോ രണ്ടും ചെനയാണ്. 3 മാസം ചെന കൺഫേം ആണ്. 3 മാസം കഴിഞ്ഞു. നല്ല തീറ്റയും കുടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ചെറുപ്പത്തിൽ നല്ലോണം പാലുടിയൊക്കെ കിട്ടിയ ആടുകുട്ടികളാണ്. ഇത്ര വൃത്തി, ഇത്ര ആരോഗ്യം. പാലുടി ശരിക്കും ഇടണം. ഒരു 4-5 മാസം പാലുടി ഇട്ടണം. അങ്ങനത്തെ ആടുകൾ നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ. അവിടെയൊക്കെ നല്ല ക്ലിയർ ആണ് രണ്ടും. അത് ചില കടിഞ്ഞൂലുകളൊക്കെ 1 മാസം ആകുമ്പോൾ തന്നെ ഇറങ്ങി തുടങ്ങും. ചിലർക്ക് 4 മാസം കംപ്ലീറ്റ് ആയാലും ഫുള്ളുണ്ട് ഇറങ്ങി വരുള്ളൂ. അത് പല ആടുകളും പല കോലത്തിലാണ്. പിന്നെ ഇതിൽ നല്ലൊരു ക്രോസിംഗ് ഇതിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള ബീറ്റലും കരോളിയും പാടെ ക്രോസ് ആയിക്കാണ്ട് വരുന്ന നല്ലൊരു മുട്ടൻകുട്ടി. നല്ല ക്വാളിറ്റിയുള്ള കുട്ടി. 4 മാസം പ്രായമായിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ഗ്രോത്ത് ഉണ്ട്. എല്ലാം വളരും. ചെവി നീളവും പഞ്ചും എല്ലാം ഉണ്ട്. ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ കുട്ടിയാണ്. വലിയ മുട്ടനാവും. ബോഡി വെയിറ്റ് ഒരു 25 കിലോ. നമുക്കൊരു വളർത്തലേക്ക് 10 മുതൽ 13 വരെ കൊടുക്കാം. നമുക്ക് ഓരോ ദിവസം മാറി മാറി വരും. കൂടി കാലാണിനനുസരിച്ച് വേറെ ഇവിടെ കൊണ്ടുവരും. ഈ 2 ആ കറുത്താടും ആ ആടും ഇവളും ഇവരെ ചേർത്ത് ഈ ആട് പോലെ പാല് പോരാ. ആട് കണ്ടാ വലിയ സുന്ദരിയാണ്. അത് പാലില്ല. കുട്ടി ഏതെങ്കിലും കുടിച്ചു പോകണാണ്. കുട്ടിക്ക് പള്ളർച്ചില്ല. ആടൊക്കെ നല്ല കാണാനൊക്കെ. അപ്പൊ ഈ ആടാട്ടെ നമ്മള് വാങ്ങിക്കണത് നല്ലൊരു പാലാടാണ്. ഏകദേശം 3ാമത്തെ പ്രസവം അല്ലേ? ഇത് എത്ര ലിറ്റർ? ഇളങ്കറവാണ്. പറഞ്ഞ കുട്ടി എന്താ പറയാ, ചെറിയൊരു അപകടത്തിൽ പെട്ടിട്ട് നഷ്ടപ്പെട്ടാണ്. 28 വയസ്സായ കുട്ടിയാണ്. അപ്പോ ഇത് നല്ല 1.5 ലിറ്റർ പാൽ കിട്ടും. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് പാലിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ആടിനെ എടുക്കണത് തന്നെ. അത് നല്ല ഉഷാറുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ആടാണ്. അപ്പോ തൃപ്തിപ്പെട്ടാണ്ട് തരാം. ഏരിയ വിലക്കുണ്ടാവും. അപ്പൊ ഓക്കെ, നമ്മളെ ഫാമിൽ കാണാം ഈ ആടിനെ. അപ്പൊ ഡോറൊക്കെ ഒരു കമ്പനിയായി.